കേന്ദ്ര സർക്കാരിന്റെ GST പരിഷ്കരണത്തെ സ്വാഗതം ചെയ്ത് സാമ്പത്തിക വിദഗ്ധർ. GST പരിഷ്കരണത്തിലൂടെ ജനങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാകുമെന്ന് സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് അഭിപ്രായപ്പെട്ടു. 100% വില കുറയാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് ഗുണകരമായ മാറ്റത്തിന് കാരണമാകുമെന്നും വിലയിരുത്തൽ. സംസ്ഥാനത്തിന് ഗുണം ചെയ്യുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാത്ത കേരളത്തിന്റെ നിലപാടിനെയും അവർ അപലപിച്ചു. GST പരിഷ്കരണത്തെ എതിർത്ത് ധനമന്ത്രി KN ബാലഗോപാൽ രംഗത്ത് വന്നിരുന്നു. പരിഷ്കരണം കേരളത്തെ സാമ്പത്തികമായി തകർക്കുമെന്നാണ് ധനമന്ത്രിയുടെ അവകാശവാദം. എന്നാൽ ഇത് തികച്ചും തെറ്റാണ് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിലെ പരിഷ്കരണം അനിവാര്യമാണെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. 10% വില കുറയുവാനുള്ള സാഹചര്യം ഇതുമൂലം സൃഷ്ടിക്കപ്പെടുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. നമ്മുടെ GST റീസ്ട്രക്ചറിങ് അനിവാര്യമായിരുന്നു. എന്താണ് വിലയിൽ ഈ നികുതി റീസ്ട്രക്ചറിങ് വരുത്താൻ പോകുന്ന മാറ്റം? 28% ഉൽപ്പന്നങ്ങൾ 18% വരുമ്പോൾ ആ ലക്ഷറി ഉൽപ്പന്നങ്ങൾ, അതിനകത്ത് എന്നാൽ വില കൂടിയ മുട്ടായി വരെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഈ 18 വരുമ്പോൾ മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ്, അതിലെ ഈ പറയപ്പെട്ട എല്ലാ കൂട്ടരും ഇത് വാങ്ങാൻ സന്നദ്ധരാകും. കാരണം അവർക്ക് വാങ്ങിക്കാൻ അവരുടെ പോക്കറ്റിന് ശേഷിയുള്ള രീതിയിലേക്ക് വിലകൾ താഴും. സാധനങ്ങളുടെ വില കുറയുന്നത് ജീവിത നിലവാരം ഉയരുന്നതിന് കാരണമാകും. ഇതിലൂടെ സാമ്പത്തിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നും മേരി ജോർജ് ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യ 146 കോടി 39 ലക്ഷം ജനങ്ങളുള്ള ലോകത്തെ ഒന്നാമത്തെ ജനസംഖ്യ രാഷ്ട്രമാണ്. ഇത്രയും ജനങ്ങളുടെ കയ്യിലേക്ക് ഈ സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന വിലയിൽ ലഭ്യമാവുകയാണെങ്കിൽ, അതായത് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, അതായത് കോവിഡിനോട് കൂടി നീതി ആയോഗ് തന്നെ പറയുന്നുണ്ട്, കോവിഡ് കഴിഞ്ഞപ്പോഴേക്കും 3,60,000 മൈക്രോ അതായത് മീഡിയം എൻ്റർപ്രൈസസ് നിന്നുപോയി, അടച്ചുപൂട്ടിപ്പോയെന്ന്. അങ്ങനെ അടച്ചുപൂട്ടിപ്പോയ എൻ്റർപ്രൈസസ് ഒക്കെ വീണ്ടും പുനർജനിക്കുകയും കുതിച്ചുയരുകയും ചെയ്യും. എന്ന് വച്ചാൽ ഇന്ത്യയിൽ ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് വളരെ ഹൈ ആണ്. ആ അൺഎംപ്ലോയ്മെൻറ്റ് താഴേക്ക് വരികയും തൊഴിൽ സൃഷ്ടിക്കപ്പെടുക എന്ന് വെച്ചാൽ വരുമാനം വർദ്ധിക്കുക എന്നാണ്. സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഉയരുകയും ചെയ്യും. പരമാവധി നികുതി 28% നിന്ന് 18% കുറയുന്നതാണ് സംസ്ഥാന ധനമന്ത്രിയെ അസ്വസ്ഥനാക്കിയത്. സംസ്ഥാനത്ത് വിൽക്കുന്ന ഉൽപ്പന്നങ്ങളിൽ കൂടുതൽ ഭാഗവും 18-28% നിരക്കുകളിലാണ്. ഓട്ടോമൊബൈൽ മേഖലയിൽ നിലവിലുള്ള 28% നികുതി 18% കുറയുമ്പോൾ അത് വാഹന വിലയിലടക്കം വലിയ കുറവുണ്ടാകും. ഇൻഷുറൻസ് പ്രീമിയത്തിനടക്കം നികുതി കുറയുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അതേസമയം നികുതി കുറയുന്നതിനെതിരെയുള്ള ബാലഗോപാലിന്റെ നിലപാട് ജനങ്ങൾക്ക് ലാഭകരമാകുന്ന പരിഷ്കരണത്തെ അട്ടിമറിക്കുന്ന നീക്കമെന്നാണ് വിലയിരുത്തൽ. സാമ്പത്തിക മിസ്മാനേജ്മെന്റ് മൂലം തകർന്നറിഞ്ഞ കേരളത്തിന്റെ സാമ്പത്തിക രംഗം തിരിച്ചുപിടിക്കുവാൻ പോലും കഴിയാത്ത ധനകാര്യമന്ത്രിയാണ് GST പരിഷ്കരണത്തെ എതിർക്കുന്നത് എന്നാണ് ഉയർന്ന വിമർശനം. ജനം, തിരുവനന്തപുരം. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, കേന്ദ്ര സർക്കാരിന്റെ GST പരിഷ്കരണത്തെ സാമ്പത്തിക വിദഗ്ധർ ഒന്നടങ്കം സ്വാഗതം ചെയ്യുകയാണ്. GST പരിഷ്കരണത്തിലൂടെ ജനങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് ജനം TVയോട് അഭിപ്രായപ്പെട്ടത്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഈ രംഗത്തുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? രോഹിണി, ഈ GSTയുമായി ബന്ധപ്പെട്ട ആ GSTയുടെ അതിനെ ഉടച്ചു വാർത്തുകൊണ്ടൊരു പുതിയ രീതിയിലേക്ക് GST ഉടച്ചു വാർക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ അതിൻ്റെ പരിഷ്കരണം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ സംസ്ഥാനം അതിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുന്നൊരു സമീപനമാണ് സ്വീകരിച്ചത്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ധനമന്ത്രി KN ബാലഗോപാൽ പത്രസമ്മേളനം നടത്തി അറിയിച്ചത് ഇത് സംസ്ഥാനത്തെ തകർക്കുന്ന ഒരു നിലയിലേക്ക് എത്തും എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് GSTയെ എതിർത്തത്. GST പരിഷ്കരണത്തെ എതിർത്തത്, രണ്ടായി പകുത്തുകൊണ്ടുള്ള ഈ പരിഷ്കരണത്തെ എതിർത്തത്. എന്നാൽ ഇപ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും മുതിർന്ന സാമ്പത്തിക വിദഗ്ധർ അടക്കം ചൂണ്ടിക്കാട്ടുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് മുന്നേറാനുള്ളൊരു വലിയ മാർഗമായിട്ടാണ് അവർ എല്ലാവരും ഈ നിലവിലെ സാഹചര്യത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ളൊരു പരിഷ്കരണം ആവശ്യമാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ സാമ്പത്തിക വിദഗ്ധർ അടക്കം പറയുന്നത്. കാരണം അങ്ങനെ ഈ ഒരു രീതിയിലേക്ക്, അതായത് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള രീതികളിൽ നിന്ന് മാറി 2 സ്ലാബുകളായി തിരിച്ചുകൊണ്ട് 18-28 എന്ന നിലയിലേക്ക് അത് എത്തുമ്പോൾ തന്നെ വലിയ രീതിയിൽ ഗുണകരമായ അതായത് സാധാരണക്കാർക്കടക്കം ഇതൊരു ഗുണകരമായിട്ടുള്ള നിലയിലേക്ക് എത്തും. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് ജനങ്ങളുടെ ജനസംഖ്യ അടക്കം വർധനമുള്ള രാജ്യമാണ്. 140 കോടിയിൽ അധികം ജനങ്ങളുള്ള രാജ്യം കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു പരിഷ്കരണം ഉണ്ടാകുമ്പോൾ അവശ്യ സാധനങ്ങളടക്കം എല്ലാം വില കുറയുമ്പോൾ അത് എല്ലാ ജനങ്ങളിലേക്ക് എത്തുന്നതും കച്ചവടവും വ്യാപാരങ്ങളടക്കം കൂടുതൽ നടക്കുന്ന ഒരു സാഹചര്യമൊക്കെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ കച്ചവടം സൃഷ്ടിക്കപ്പെടുന്നതിലൂടെ രാജ്യത്തിന് അധിക ലാഭം ഉണ്ടാകുന്ന ഒരു സാഹചര്യം
ഉണ്ടാവുകയും ചെയ്യും. ഇതൊക്കെയാണ് സാമ്പത്തിക വിദഗ്ധർ നോക്കിക്കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രതിശീർഷ വരുമാനം എന്ന നിലയിൽ വലിയ ഒരു ലാഭം സംസ്ഥാന സർക്കാരിനടക്കം ലഭിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനടക്കം ഈ GST ഇനത്തിൽ ലഭിക്കുകയും ചെയ്യും. അത് പുത്തൻ രീതികൾ, അതായത് മറ്റ് ഈ ഒരു ലാഭം കൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ ഒരു മുന്നേറ്റം കൈവരിക്കുവാൻ ഉതകുന്ന നിലയിലേക്ക് മാറുകയൊക്കെ ചെയ്യും. ഇതൊക്കെയാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ആ സമയത്താണ് സംസ്ഥാനം ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുന്നത്. അതായത് സംസ്ഥാനത്തിൻ്റെ നികുതി ഇനത്തിൽ, അതായത് നികുതി വരുമാനത്തിൽ വലിയ രീതിയിൽ കുറവുണ്ടാകുമെന്നാണ് സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും അദ്ദേഹം ഇതിനെ എതിർത്തുകൊണ്ട് പറയുകയും ചെയ്തു. അതായത് CPM സർക്കാരും എതിർത്തുകൊണ്ട് പറയുന്നത്. എന്നാൽ അങ്ങനെ അല്ല എന്നാണ് ഈ സാമ്പത്തിക വിദഗ്ധരുടെ അടക്കമുള്ളവരുടെ അഭിപ്രായം. എന്ന് പറയുന്നാൽ ഈ സംസ്ഥാനത്ത് തന്നെ ദൂരവ്യാപകമായിട്ട് ഈ ദൂരവ്യാപക രീതിയിൽ ഈ ഇത്തരം ഒരു 2 സ്ലാബുകളായി തിരിച്ചുകൊണ്ട് പോകുമ്പോൾ സംസ്ഥാനത്തിനടക്കം അത് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. എന്നാൽ അതിനെ എതിർക്കുന്ന നിലപാട് ശരിയല്ല എന്ന് അടക്കമാണ് സാമ്പത്തിക വിദഗ്ധരും പറയുന്നത്. അതായത് അവശ്യ സാധനങ്ങളുടെ എല്ലാം ഒരു വിലക്കുറവ് ഉണ്ടാകുകയും മാത്രമല്ല വാഹനങ്ങളുടെ അടക്കം വിലക്കുറവ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റ് സ്കെയിലുകളടക്കം ഇതിൻ്റെ ഭാഗമായിട്ട് വിലക്കുറവിലേക്ക് എത്തുകയും ചെയ്യും. ഇതോടുകൂടി തന്നെ കൂടുതൽ കച്ചവടങ്ങൾ അടക്കം നടക്കുകയും പുതിയ തൊഴിൽ സംസ്കാരം സൃഷ്ടിക്കപ്പെടുന്ന നിലയിലേക്കെല്ലാം എത്തപ്പെടുകയും ചെയ്യും. ഇത് രാജ്യത്ത് തന്നെ സാമ്പത്തികമായിട്ട് മുന്നേറ്റത്തിന് കാരണമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരടക്കം ഒന്നാകെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോഴും സംസ്ഥാനത്തിൻ്റെ ഈ മിസ്മാനേജ്മെൻറ്റ് പല രീതിയിൽ സാമ്പത്തികമായി താഴേക്ക് പോകുന്നു, കടബാധ്യതകൾ പെരുകുന്നു. ഇതിനെയൊന്നും നിയന്ത്രിക്കുവാൻ ഇതുവരെ സംസ്ഥാന സർക്കാരിന് ആയിട്ടില്ല. ആ സർക്കാരാണ് ഇത്തരത്തിലൊരു പുതിയ സംവിധാനം വരുമ്പോൾ ആ സംവിധാനത്തെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വരുന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. സാമ്പത്തിക കാര്യങ്ങളിൽ ശരി പ്രശാന്ത്, വ്യക്തമാണ്. കേന്ദ്ര സർക്കാരിന്റെ GST പരിഷ്കരണത്തെ സ്വാഗതം ചെയ്ത് സാമ്പത്തിക വിദഗ്ധർ. പക്ഷേ ഇത് നടപ്പിലാക്കാത്ത സംസ്ഥാനം എന്നുള്ള രീതിയിൽ സംസ്ഥാനത്തിന് ഗുണം ചെയ്യുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാത്ത കേരളത്തിന്റെ നിലപാടിനെയും സാമ്പത്തിക വിദഗ്ധർ അപലപിക്കുന്നു. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.